ഹൈ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫോറക്സ് മാർക്കറ്റിലെ മേജർ കറൻസീസ് ആയിട്ടുള്ള യൂറോ യു എസ് ടി, GBP USD, ഗോൾഡ് എന്നിവയുടെ ഡെയിലി ബയേഴ്സ് എന്തൊക്കെയാണ്, മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, മാർക്കറ്റിൽ നിന്ന് എങ്ങോട്ടാണ് പോകാനുള്ള സാധ്യത എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ അസർ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ മാർക്കറ്റോട് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ന്യൂസുകൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഫോറക്സ് ബാക്കിലോട്ട് പോകുന്ന സമയത്ത് ഇന്ന് 12-ാം തീയതി ഓൾ ഡേ JPY ബാങ്ക് ഹോളിഡേ ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് മറ്റ് മേജർ കറൻസി പേഴ്സിലൊന്നും എസ്പെഷ്യലി ന്യൂസുകളൊന്നും കാണുന്നില്ല. JPY മാത്രമാണ് ഒരു ബാങ്ക് ഹോളിഡേയ്സ് ഉള്ളത്. അപ്പൊ ഇന്ന് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് എന്നതിൽ JPY കറൻസി പേഴ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ട്രേഡിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്രേഡിങ്ങിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മേജർ കറൻസീസിൽ ഒന്നായിട്ടുള്ള യൂറോ വെസ്റ്റിലോട്ട് നോക്കുന്ന സമയത്ത് 50 മിനിറ്റ്സിൽ ഒരു ബൈയിങ് റേഞ്ച് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ ബൈയിങ് റേഞ്ചിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ട്രേഡുകൾ എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കീ ലെവൽ എന്ന് പറയുന്നത് ഈ കീ ലെവലാണ്. ഓക്കെ, ഈ കീ ലെവലിലോട്ട് മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു ബൈ ട്രേഡിലോട്ട് എന്ത് ചെയ്യാവുന്നതാണ്, എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതാണ് യൂറോ വെസ്റ്റിലെ നമ്മുടെ ഇന്നത്തെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ കറൻസി പേരായിട്ടുള്ള GBP USD നോക്കുന്ന സമയത്ത് 50 മിനിറ്റ്സിൽ ഒരു സെൽ റേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് മാർക്കറ്റ് ഇവിടെ ഈ ഏരിയനെ ബ്രേക്ക് ചെയ്തു, വീണ്ടും ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഇതാണ് ഹൈ, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത് നമുക്കൊരു ലോ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു കീ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്ത് താഴത്തോട്ട് ഇറങ്ങി പോരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നിലവിൽ അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കീ ലെവൽസ് ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് GBP നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ഇനി ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു ഏരിയ കൺസിഡർ ചെയ്തുകൊണ്ട് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കറൻസി ആയിട്ടുള്ള ഗോൾഡിലോട്ട് നോക്കുന്ന സമയത്ത് ഗോൾഡ് ഓൾ ടൈം ഹൈ പ്രൈസിലോട്ട് അടിച്ച് മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഗോൾഡ് നമുക്കൊരു ബൈ റേഞ്ച് തന്നെയാണ് മൊത്തത്തിൽ നമുക്ക് ഗോൾഡ് കാണിച്ചു തരുന്നത്. ഇതിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയ ഒരു കീ ലെവൽ എന്ന് പറയുന്നത് ഒന്ന് ഈ കീ ലെവലാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കാൻ സാധിക്കുന്ന ഒരു കീ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കീ ലെവലാണ്. ഈ രണ്ട് കീ ലെവലിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കൺഫർമേഷൻസ് നോക്കിക്കൊണ്ട് ഒരു കൺഫർമേഷൻ ട്രേഡിലോട്ട് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി 1 മിനിറ്റിലോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യത ഉണ്ട്. അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഷോർട്സ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ള ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്, ഫസ്റ്റ് വീക്കിലെ ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ഹാപ്പി ട്രേഡിംഗ്, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യുക, നിങ്ങളുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.